ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചത് ഹീനമായ പ്രവൃത്തിയാണെന്നും റഷ്യ ഇറാനൊപ്പമാണെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇസ്രയേലും അമേരിക്കയും നടത്തിയത്. ഖമേനെയിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അഗാധമായ അനുശോചനം അറിയിക്കുന്നു. ധാർമ്മികതയുടെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ലംഘനമാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയത്. സൗഹൃദപരമായ റഷ്യൻ ഇറാനിയൻ ബന്ധങ്ങളുടെ വികസനത്തിന് വ്യക്തിപരമായി വളരെയധികം സംഭാവന നൽകിയ ഒരു മികച്ച രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു ഖമേനെയി. വ്ളാഡിമിർ പുടിൻ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: ആയത്തുള്ള അലി ഖമേനെയിയുടെ മരണത്തിന് പിന്നാലെ താൽക്കാലിക കൌൺസിൽ ഭരണം ഏറ്റെടുത്തു. ചരിത്രത്തിലെ ഏറ്റവും പൈശാചികനായ മനുഷ്യരിൽ ഒരാൾ മരിച്ചുവെന്നാണ് നേരത്തെ ട്രംപ് പ്രതികരിച്ചത്. ഇത് ഇറാനിലെ ജനങ്ങൾക്ക് ലഭിച്ച നീതിയാണെന്നും ഇറാന് മാത്രമല്ല ഖമേനെയിയുടെ ഇറാന്റെയും രക്തദാഹത്തിനിടെ ജീവൻ നഷ്ടമായ അമേരിക്കക്കാർക്കും മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കുമുള്ള നീതി നടപ്പാക്കലാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഖമേനെയി ജീവനോടെയില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും സ്ഥിരീകരിച്ചിരുന്നു. റവല്യൂഷണറി ഗാർഡ് കമാൻഡ് ഉന്നതരും കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതായും ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 7 ദിവസം പൊതു അവധിയാണ്. എന്നാൽ മരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ ഇറാനെ പിന്തുണച്ച് പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ പ്രതിഷേധം അരങ്ങേറി. കറാച്ചിയിലെ US കോൺസുലേറ്റിന് സമീപം പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. കറാച്ചിയിലെ US എംബസിയിലേക്ക് പ്രതിഷേധക്കാർ അതിക്രമിച്ചു കയറി. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ഓപ്പറേഷൻ എപ്പിക് ഫുറി, ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നീ ഇരട്ട സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ വിവരങ്ങളും പുറത്തുവരികയാണ്. ജനീവയിൽ ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ വാഷിംഗ്ടണിലെയും ടെല്ലവീവിലെയും സൈനിക ആസൂത്രകർ ഈ ആക്രമണത്തിനുള്ള അന്തിമ രൂപം തയ്യാറാക്കിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സൈനിക നീക്കത്തിന് തുടക്കം കുറിച്ചത്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിലായി. പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ട്രംപ് ഇറാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും പശ്ചിമേഷ്യയിൽ വലിയ സൈനിക വിന്യാസത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പലതവണ അമേരിക്ക സന്ദർശിച്ച് ആക്രമണത്തിനായുള്ള ഏകോപനം നടത്തി. ഖമേനെയി തന്റെ ഉന്നത സഹായികളുമായി യോഗം ചേരുന്ന സമയം നോക്കിയാണ് ആക്രമണത്തിന് തീയതി നിശ്ചയിച്ചത്. ഒറ്റയടിക്ക് ഇറാനിലെ പ്രധാന നേതാക്കളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത്. ശനിയാഴ്ച വൈകിട്ട് ടെഹ്റാനിൽ വെച്ച് വിവിധ ഉദ്യോഗസ്ഥരുമായി ഖമേനെയി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വിവരം നേരത്തെ ഇസ്രയേലിന് ലഭിച്ചിരുന്നു. ആ സമയമാണ് ആദ്യം ആക്രമണത്തിനായി തെരഞ്ഞെടുത്തത്. എന്നാൽ ശനിയാഴ്ച രാവിലെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ളവരുമായി ഖമേനെയി നടത്തുമെന്ന വിവരം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് ചോർന്നു കിട്ടിയതോടെ ആക്രമണം രാവിലെ നടത്താൻ തീരുമാനമാക്കുകയായിരുന്നു. തുടർന്ന് പ്രാദേശിക സമയം രാവിലെ 10:30 ആക്രമണം നടത്താൻ നിശ്ചയിച്ചു. ഖമേനെയിയുടെ ഓഫീസ് തുറന്ന് എല്ലാവരും എത്തുന്നതുവരെ കണക്കാക്കിയാണ് പകൽ സമയം നിശ്ചയിച്ചത്. എന്നാൽ ടെഹ്റാനിൽ എവിടെയാണ് ഈ കൂടിക്കാഴ്ചയെന്ന് ഇസ്രായേലിനോ USനോ വ്യക്തമായി വിവരം ലഭിച്ചിരുന്നില്ല. ഖമേനെയിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ എവിടെയോ ആണ് എന്ന് മാത്രമാണ് അറിയാമായിരുന്നത്. അതിനാൽ ഖമേനെയി രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കാനായി അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും പരിസരവും ഒന്നടങ്കമാണ് ബോംബിട്ട് തകർത്തത്. ശനിയാഴ്ച രാവിലെ ഖമേനെയി ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുന്നതിനിടെ ഇറാനിലെ 30ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ നടന്നു. ഈ സൈനിക നീക്കത്തിലൂടെ ഖമേനെയി ഉൾപ്പെടെ 48 ഇറാനിയൻ നേതാക്കൾ കൊല്ലപ്പെട്ടു. ട്രംപ് ഈ വിജയത്തെക്കുറിച്ച് പിന്നീട് പ്രസ്താവന നടത്തുകയും ചെയ്തു. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ചാവേർ ഡ്രോണുകൾ, ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ എന്നിവ US ഉപയോഗിച്ചു. കൂടാതെ ഇറാനിയൻ മാതൃകയിൽ നിർമ്മിച്ച ചെലവ് കുറഞ്ഞ വൺ വേ അറ്റാക്ക് ഡ്രോണുകളും ആദ്യമായി യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.